അതാണല്ലോ ഞാൻ പറഞ്ഞത്. അതിനെന്തുകൊണ്ട് വിശദീകരണം നൽകുന്നില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ വിശദീകരണമാണല്ലോ അവർ നൽകേണ്ടത്. ആ നൽകാനുള്ള ബാധ്യത ഒരു പാർട്ടി എന്ന നിലക്ക് അവർക്കുണ്ടല്ലോ. ഇത് ഏതെങ്കിലും ഒരാൾ യാദൃശ്ചികമായി എത്തിപ്പെടുകയല്ലോ. ഇവിടെ ഇത്തരമൊരു കേസിൽ പ്രധാന പ്രതിസ്ഥാനത്തിരിക്കുന്ന രണ്ട് വ്യക്തികൾ, ഒരാൾ ആരോപിക്കുന്ന രീതിയിലാണെങ്കിൽ കട്ടയാൾ, അതാണല്ലോ ഒരാൾ. മറ്റൊരാൾ ആ കളവ് മുതൽ വാങ്ങിയാൾ. ഈ രണ്ടുപേരും ഒന്നിച്ച് എങ്ങനെ ഒരേ സമയം ഇവരുടെ അടുത്തെത്തിപ്പെട്ടു? അതിൻ്റെ കൂടെ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും നിൽക്കുന്നു. എങ്ങനെയാണ് രണ്ടുപേരും ഒന്നിച്ചെത്തിയത്? അതിലൊരാൾ പറയുന്നു, ഞാൻ മുൻകൈ എടുത്തല്ല, എന്നെ പോറ്റി വിളിച്ചിട്ടാണ്. പോറ്റി കയറുന്നിടത്തെല്ലാം ചെല്ലേണ്ട ആളാണോ അദ്ദേഹം? പോറ്റി വിളിച്ചാൽ പോകേണ്ട ബാധ്യതയാണോ അദ്ദേഹത്തിനുള്ളത്? എങ്ങനെയാണ് എന്നത് കൂടുതൽ വ്യക്തതയോടെ പറയാനുള്ള ധാർമ്മികത ആ പാർട്ടി കാണിക്കണ്ടേ? അതിനുവേണ്ടി സംസാരിക്കുന്നവർ കാണിക്കണ്ടേ? അത് ബാലിശമായ ഒരു പ്രശ്നമാണോ? ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും ഗൗരവമായൊരു വശമല്ലേ? അതിനല്ലേ മറുപടി പറയേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്.